ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ന്യൂമറിക്കൽ അനാലിസിസ് ആൻഡ് ഓപ്പറേഷൻസ് റിസർച്ച് എന്ന സബ്ജക്റ്റിലെ, അതായത് നമ്മുടെ സെക്കൻഡ് സെം BCA കോർ സബ്ജക്റ്റിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ള ഒരു ടോപ്പിക്കാണ്. നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂൾ വരുന്ന ടോപ്പിക്കാണ് ബൈസെക്ഷൻ മെത്തേഡ് എന്നുള്ളത്. ഇത് ആക്ച്വലി സൊല്യൂഷൻ ഓഫ് ആൾജിബ്രായിക് ആൻഡ് ട്രാൻസ്ഡെൻഡൽ ഇക്വേഷൻസ് എന്ന് പറഞ്ഞ ആ ഒരു സെക്ഷനിൽ വരുന്നതാണ്. 3 മെത്തേഡ്സ് നമുക്ക് പഠിക്കാനുണ്ട് ഈ ഒരു കാറ്റഗറിയിൽ. ഒന്ന് ബൈസെക്ഷൻ മെത്തേഡാണ്, പിന്നെ മെത്തേഡ് ഓഫ് ഫാൾസ് പൊസിഷനും ന്യൂട്ടൺ റാപ്സൺ മെത്തേഡും. എക്സാമിന് ചോദിക്കാൻ നല്ല ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യനും കൂടിയാണ് ബൈസെക്ഷൻ മെത്തേഡിൽ വരുന്ന ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇതെന്താണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ക്വസ്റ്റ്യൻ നോക്കുക. ഫൈൻഡ് എ റിയൽ റൂട്ട് ഓഫ് ദ ഇക്വേഷൻ f of x is equal to x cube minus x minus 1 is equal to 0 യൂസിങ് ബൈസെക്ഷൻ മെത്തേഡ്. അപ്പോൾ ഈ ബൈസെക്ഷൻ മെത്തേഡ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇതുപോലത്തെ ഫംഗ്ഷൻസിൻ്റെ ഒക്കെ റൂട്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. പേരിലുള്ള പോലെ തന്നെ ഇത് നമ്മൾ ബൈസെക്റ്റ് ചെയ്യാണ്, 2 പോയിൻറ്റ്സിൻ്റെ ഇടയിലുള്ള, അതായത് മിഡ് പോയിൻ്റ് എടുത്തിട്ട് ചെയ്യുന്നൊരു മെത്തേഡാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഈ റൂട്ട് ഏത് ഇൻ്റർവെല്ലിലാണ് ഉള്ളതെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ഫൈൻഡ് ദ ഇൻ്റർവെൽ, അതായത് എവിടെയാണ്, ഏതിൻ്റെ 0ക്കും 1നും ഇടയ്ക്കാണോ, 1നും 2നും ഇടയ്ക്കാണോ, ഏതിനിടയ്ക്കാണ് എന്നുള്ളത് നമ്മൾ ആദ്യം കണ്ടുപിടിക്കാം. സോ ഫൈൻഡ് ദ ഇൻ്റർവെൽ ഇൻ വിച്ച് റൂട്ട് ലൈസ്. അപ്പോൾ അതാണ് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ഏത് ഇൻ്റർവെല്ലിന് ഇടയ്ക്കാണ് ഉള്ളത്, 1നും 2നും ഇടയ്ക്കാണോ, 0ക്കും 1നും ഇടയ്ക്കാണോ എന്നുള്ളത്. സോ അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം f(1) ചെയ്യുക. അതായത് തന്ന ക്വസ്റ്റ്യനിൽ x കാണുന്ന സ്ഥലങ്ങളിലൊക്കെ 1 കൊടുക്കുക. അപ്പോൾ f of x is equal to x cube ആയിരുന്നില്ല, അത് f of 1 ആകുമ്പോൾ എന്താവും, 1 cube minus 1 minus 1 എന്താ വരിക, 1 cube 1 ആണ്. സോ 1 minus 1 minus 1 എന്ത് വരും, 0 minus 1 അല്ലേ. സോ ആൻസർ എന്തായി, -1 ആയി. അപ്പോൾ അതെന്താ, <0 ആണ്, നെഗറ്റീവ് നമ്പറാണ്. ഇനി നമുക്ക് f of 2 ചെയ്ത് നോക്കാം. എന്ത് വരും, 2 cube minus 2 minus 2, 2 cube 8 ആണ്, 8 minus 2 minus 2, 6 minus 2 അല്ലേ. സോറി, ലാസ്റ്റ് -2 അല്ല, -1 ആണ് അല്ല, ഇവിടെ 1 ആയിരുന്നു. അപ്പോൾ ഇവിടെ 1 കൊടുക്കുക. അപ്പോൾ 6 minus 1 എന്ത് വരും, 5 വരും. അപ്പോൾ അത് <0 ആണ്. അപ്പോൾ നമുക്ക് 1നും 2ക്കും ഇടയ്ക്കാണ് റൂട്ട് ഉള്ളത് എന്ന് മനസ്സിലായി. അതായത് റൂട്ട് ഓഫ് നമുക്ക് തന്ന ഫംഗ്ഷൻ ഏതാണ്, x³ minus x minus 1 റൂട്ട് ഓഫ് ലൈസ് ബിറ്റ്വീൻ എന്തിൻ്റെ ഇടയ്ക്കാണ്, 1 and 2, 1നും 2നും ഇടയ്ക്കാണ്. അപ്പോൾ ഒരു <0, അപ്പോൾ ഇത് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ 3 ട്രൈ ചെയ്ത് നോക്കുക. അതായത് 2ഉം <0 ആണെങ്കിൽ 3 നോക്കുക, 4 നോക്കുക. അങ്ങനെ ഒരു ലെസ്ദാനും ഒരു ഗ്രേറ്റർ ഉള്ള ഒരു ഇൻ്റർവെല്ലിൽ ചൂസ് ചെയ്യണമെന്ന് മാത്രം. അപ്പോൾ ഇപ്പോൾ നമ്മൾ എടുത്തപ്പോൾ നമുക്ക് 1നും 2നും ഇടയ്ക്ക് വന്നതുകൊണ്ടാണ് നമ്മളിങ്ങനെ എടുത്തത്. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ x1 കാൽക്കുലേറ്റ് ചെയ്യുക. x1 എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമെന്ന് ചോദിച്ചാൽ, ഇപ്പം നമുക്ക് കിട്ടിയ ലിമിറ്റുകൾ ആഡ് ചെയ്തിട്ട് അതിൻ്റെ പകുതി എടുക്കുക. 1 + 2 അല്ലേ, 1നും 2നും ഇടയ്ക്കല്ലേ കിടക്കുന്നത്. സോ 1 + 2/2, 3/2 എന്ത് വരും, 1.5 വരും. ഇനി നമ്മൾ ചെയ്യേണ്ടത് f of x1 ചെയ്യുക. f of x1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ x കാണുന്നിടത്തൊക്കെ x1 കൊടുക്കുക, അതായത് 1.5 എന്നുള്ള വാല്യൂ കൊടുക്കുക. അപ്പോൾ എന്ത് സംഭവിക്കും, 1.5³ മൈനസ് 1.5 മൈനസ് 1. അത് നമ്മൾ കാൽക്കുലേറ്ററിലിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 0.875 എന്നുള്ള ആൻസർ കിട്ടും. അപ്പോൾ ഇതെന്താ, <0 ആണല്ലേ. അപ്പോൾ നേരത്തെ നമുക്ക് << കിട്ടിയിട്ടുള്ളത് ഏതിനായിരുന്നു, ഇവിടെയല്ലേ <> കിട്ടിയതിനാ, 1നാണ് <> കിട്ടിയത് അല്ലേ. സോ ഏതിനിടയ്ക്കാണ് കിടക്കുന്നുണ്ടാവുക, 1നും ഇപ്പം കിട്ടിയ 1.5നും ഇടയ്ക്ക്. മനസ്സിലായോ. ആദ്യം നമ്മൾ എങ്ങനെയാണ്, 1ഉം 2ൻ്റെ ഇടയ്ക്കാണെന്ന് കണ്ടു, പിന്നെ നമ്മൾ 1.5 എടുത്തു. ഈ 1 എന്താ വന്നത്, <0യും ഇത് <0യും ആണ്. ഇപ്പം ചെയ്ത 1.5 എന്താ കിട്ടിയത്, <0 ആണല്ലേ. അപ്പോൾ അടുത്ത <0 ഇതിനിടയ്ക്കാണ് കിടക്കുന്നത്. മനസ്സിലായോ. സോ റൂട്ട് ഓഫ് എന്തായിരുന്നു, x³ minus x minus 1 ലൈസ് ബിറ്റ്വീൻ എവിടെയാണ്, 1 and 1.5. ഓക്കെ, ഇനി x2 കണ്ടുപിടിക്കാം. x2 എന്തായിരിക്കും, 1 + 1.5 ഡിവൈഡഡ് ബൈ 2, 2.5 ഡിവൈഡ് ബൈ 2 എന്ത് വരും, 1.25 എന്നുള്ളത് വരും. ഇനി f of x2 ചെയ്യുക.
അതായത് എഫ് ഓഫ് 1.25 ചെയ്യാം. അതായത് 1.25 ക്യൂബ് മൈനസ് 1.25 മൈനസ് 1 അത് കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ -0.29 എന്നുള്ള ആൻസർ കിട്ടും. സോ ഇതെന്താ ലെസ് ദാൻ 0 ആണ് അല്ലേ? അപ്പോൾ ഇതിനിടയ്ക്ക് ഉണ്ടായിരുന്ന 1.25 എന്താണ്? ലെസ് ദാൻ 0 ആണ്. അപ്പോൾ നോക്കിയേ, ലെസ് ദാനും ഗ്രേറ്റർ ദാനും വരുന്ന പുതിയ കോമ്പിനേഷൻ ഏതാണ്? 1.25നും 1.5നും ഇടയ്ക്കല്ലേ? അപ്പോൾ റൂട്ടുള്ളത് അതിനിടയ്ക്കാണ്. ഓക്കെ അല്ലേ? സോ റൂട്ട് ലൈസ് ബിറ്റ്വീൻ 1.25 ആൻഡ് 1.5. ഓക്കെ അല്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്യുക? x3 ചെയ്യാം. x3 എന്ത് വരും? ഈ 1.25ഉം ഈ 1.5ഉം കൂടെ ആഡ് ചെയ്തിട്ട് ബൈ 2 ചെയ്യുക. അപ്പോൾ നമുക്ക് 1.375 എന്നുള്ള ആൻസർ കിട്ടും. ക്ലിയർ അല്ലേ? ഇനി എന്ത് ചെയ്യണം? എഫ് ഓഫ് x3 കാണുക അല്ലേ? അതായത് എഫ് ഓഫ് 1.375 ഇപ്പം ചെയ്തതുപോലെ ചെയ്യാം. അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവുക. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മളിപ്പോൾ x4 നമ്മളിതിൽ ചെയ്ത് കഴിഞ്ഞാൽ, മീൻസ് ഫുൾ എഴുതുന്നില്ല, x4 ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് 1.3125 എന്നുള്ള ആൻസർ കിട്ടും. ഓക്കെ ആണല്ലോ? ദെൻ അത് കഴിഞ്ഞാൽ x5 ട്രൈ ചെയ്ത് നോക്കുക. 1.34375 എന്ന് കിട്ടും. അതുപോലെ x6 ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1.328125 എന്ന് കിട്ടും. അപ്പോൾ ഏകദേശം ഒരു അടുത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് നിർത്താം. ഇതിപ്പോൾ ഒരു x6 വരെ പോയിട്ടും വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. സോ x6ൽ നിർത്താം. ചില കേസിൽ എന്തായിരിക്കും വെച്ചാൽ ആദ്യത്തെ കുറച്ചെണ്ണം എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പോൾ ഏകദേശം ഒരു അപ്രോക്സിമേറ്റ് ആൻസർ ആയി എന്ന് പറഞ്ഞിട്ട് നമുക്കത് നിർത്താൻ വേണ്ടി പറ്റും. ക്ലിയർ അല്ലേ? ഇനി ചില ക്വസ്റ്റ്യൻസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയും, കറക്റ്റ് ടു 3 ഡെസിമൽ പ്ലേസസ് എന്ന് പറയും. അപ്പോൾ ആ 3 പ്ലേസ് കറക്റ്റ് ആവുന്ന വരെ നമ്മൾ ചെയ്ത് നോക്കേണ്ടി വരും. ഒരു ക്വസ്റ്റ്യൻ കാണിച്ചു തരാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് റൂട്ട് ഓഫ് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു x into e raised to x minus 1 is equal to 0 using bisection method correct to 3 decimal places. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏകദേശം ഒരു 13 ടൈംസ് നമ്മളിത് ചെയ്യേണ്ടി വരും. അപ്പോഴാണ് നമുക്ക് ആ ഒരു 3 പ്ലേസ് ഈക്വൽ ആയിട്ട് കിട്ടുള്ളൂ. ക്ലിയർ ആയോ? അപ്പോൾ ഇതിനകത്ത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് എന്ത് വേണം എന്നുള്ളത്, 3 പ്ലേസസ് വേണം എന്നുള്ളത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ക്ലിയർ അല്ലേ? സോ നമുക്ക് നോക്കാം. എഫ് ഓഫ് 0യും എഫ് ഓഫ് 1 ഒക്കെ ചെയ്യുന്ന നേരത്തിൽ നമ്മൾ 0 ചെയ്തിട്ടില്ല. 0 ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇവിടെ നമുക്ക് -1 തന്നെയാണ് കിട്ടുക. അടുത്തതിൽ -1 ആയിരുന്നു. ശരിക്കും 0യും ചെയ്ത് നോക്കണം. 0 മുതൽ അങ്ങ് ചെയ്ത് തുടങ്ങുക, അത്രയേ ഉള്ളൂ. സോ ഇവിടെ 0 എന്ന് തുടങ്ങുകയാണ്. 0 ഇൻറ്റു e raised to 0 minus 1. e raised to 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. 1 ഇൻറ്റു 0 0. അപ്പോൾ -1 വരും. അത് ലെസ് ദാൻ 0 ആണ്. ഇനി എഫ് ഓഫ് 1 ഇതുപോലെ ചെയ്ത് നോക്കുക. 1 ഇൻറ്റു e raised to 1 minus 1. സോ നമുക്ക് കിട്ടുക 1.7183 ആണ്. അത് ഗ്രേറ്റർ ദാൻ 0 ആണ്. അപ്പോൾ റൂട്ടുള്ളത് ഏതിനിടയ്ക്കാണ്? നമ്മളിവിടെ ഇങ്ങനെ വരച്ച് വയ്ക്കുക. 0ക്കും 1ൻ്റെയും ഇടയ്ക്കാണ് എന്തുള്ളത്? റൂട്ടുള്ളത്. മനസ്സിലായോ? അതായത് x1 കിടക്കുന്നത് അവിടെയാണ്. സോ x1 ഈസ് ഈക്വൽ ടു എന്ത് വരും? 0 + 1 ഡിവൈഡഡ് ബൈ 2. 1/2 അല്ലേ? 0.5 എന്നുള്ളത് വരും. സോ 0.5. ഇത് ലെസ് ദാൻ, ഇത് ഗ്രേറ്റർ ദാൻ അല്ലേ? ഇനി എഫ് ഓഫ് x1 ചെയ്യുക. അതായത് എഫ് ഓഫ് 0.5 ചെയ്യുക. എങ്ങനെ ചെയ്യും? 0.5 ഇൻറ്റു e raised to 0.5 minus 1 അല്ലേ? അപ്പം നമുക്ക് കിട്ടുന്ന ആൻസർ ആണെങ്കിൽ -0.1756 ആയിരിക്കും. അപ്പോൾ ഇതെന്താ? ലെസ് ദാൻ 0 ആണ്. അപ്പോൾ ഏതിനിടയ്ക്കാണ് കിടക്കുന്നത്? 0.5നും 1നും ഇടയ്ക്ക്. മനസ്സിലായോ? അപ്പോൾ
നേരത്തെ പോലെ എഴുതാം, റൂട്ട് ലൈസ് ബിറ്റ്വീൻ 0.5 ആൻഡ് റൂട്ട് ലൈസ് ബിറ്റ്വീൻ 0.5 ആൻഡ് 1. സോ x2 എന്ത് വരും? x2 ഈസ് ഈക്വൽ ടു 0.5 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2 അല്ലേ? അപ്പോൾ 0.75 എന്ന് വരും. അപ്പോൾ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകണം. f(x2) കാണണം, അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകണം. അങ്ങനെ നമുക്ക് x3യുടെ ആൻസർ കിട്ടും. ഇത് ട്രൈ ചെയ്ത് നോക്കുക, കറക്റ്റ് അല്ലേ നോക്കുക. അതുപോലെ x4 ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിലൊന്നും 3 പ്ലേസസ് ഈക്വൽ ആവുന്നില്ല. പക്ഷേ ഇങ്ങനെ നമ്മൾ കുറേ സ്റ്റെപ്പ് ചെയ്യേണ്ടി വരും ഈ ഒരു ക്വസ്റ്റ്യനിൽ. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് x12 വരുന്നത് 0.5672ഉം x13 വരുന്നത് 0.5671ഉമാണ്. അപ്പോൾ ഇവിടെ 3 പ്ലേസസ് എന്തായി? ഈക്വലായി. ക്ലിയർ ആയോ? സോ ഇങ്ങനെയാണ് ഈ ബൈസെക്ഷൻ മെത്തേഡ് എന്ന് പറഞ്ഞ മെത്തേഡ് നമ്മൾ ചെയ്യേണ്ടത്. സോ അടുത്ത ക്ലാസ്സിൽ നമ്മൾ എന്ത് പഠിക്കും? മെത്തേഡ് ഓഫ് ഫാൾസ് പൊസിഷൻ പഠിക്കും. സോ ഇപ്പോൾ പഠിച്ച ബൈസെക്ഷൻ മെത്തേഡ് എക്സാമിന് ചോദിക്കാൻ വളരെ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ്.